السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും വായിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെയൊക്കെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുമായ ചില വാർത്തകളാണ്. കൊച്ചു മക്കളടക്കം ക്രൂരമായ മരണത്തിനും കൊലപാതകത്തിനുമൊക്കെ ഇരയായി സ്വന്തം ബാപ്പയും മക്കളും തമ്മിൽ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും മറ്റും ഫലമായി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ജനങ്ങളിൽ ഒരു കാലം വരാനുണ്ട് എന്നും അത് വന്നെത്താതെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും നബിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ കാലഘട്ടത്തിലെ പ്രത്യേകത ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില. എന്ത് കാരണത്തിനാണ്, എന്തിനു വേണ്ടിയാണ് ഞാൻ കൊലപാതകം നടത്തുന്നത് എന്ന് കൊലപാതകിക്കോ, എന്തിന്റെ പേരിലാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്ന് മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവനോ അവന്റെ കുടുംബത്തിനോ തിരിച്ചറിയാത്ത വിധം കാരണങ്ങൾ പലപ്പോഴും നിസാരമെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിലുള്ള കാരണങ്ങളുടെ പേരിൽ കൊലപാതകങ്ങളെല്ലാം തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഒരു വേള ഈ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന ലഹരിയുടെ ഉപയോഗങ്ങൾ, അതിന്റെ വ്യത്യസ്ത രൂപഭാവങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അരാജകത്വങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ, ഒരു സംഘം ആളുകൾ, ഒറ്റപ്പെട്ടവർ, അവർ ഈ അരാജകത്വങ്ങളെയും അധാർമിക പ്രവർത്തനങ്ങളെയും എല്ലാം വകഞ്ഞു മാറ്റി അതിനെതിരെ ഒഴുകുന്ന, അതിനെതിരെ ശക്തമായ വലയം തീർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗം ആളുകൾ, അവന്റെ പേരാണ് മുസ്ലിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം തന്റെ ജീവിതം എന്തിനാണ് എന്നും തന്റെ ജീവിതം ആർക്കു വേണ്ടിയാണ് എന്നും ഈ സൃഷ്ടിപ്പിന് പിറകിൽ ഒരു അനന്തമായ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ലക്ഷ്യമുണ്ട് എന്ന ലക്ഷ്യബോധത്തെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സ്രഷ്ടാവുണ്ട് എന്ന ബോധത്തിലേക്കും ആ സ്രഷ്ടാവിനും തന്റെ ജീവിതം ഞാൻ സമർപ്പിക്കേണ്ടവനാണ് എന്ന തിരിച്ചറിവിൽ നിന്നും ഒരു മുസ്ലിം ചിന്തിക്കുമ്പോ അവന്റെ ചുറ്റുപാടുകൾ ഏതു വിധേനയാവട്ടെ, എന്തെല്ലാം അരാജകത്വങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും നിറഞ്ഞതാവട്ടെ, അതിനെതിരെ മുന്നോട്ടു പോകുവാൻ, അതിനെയെല്ലാം തള്ളി നീക്കി വകഞ്ഞു മാറ്റി മുന്നോട്ടു പോകുവാൻ ഒരു യഥാർത്ഥ മുസ്ലിമിന് സാധിക്കും എന്നുള്ളതാണ്. കാരണം തന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് അവനേൽക്കേണ്ടി വരുന്ന പ്രതിസന്ധികളോ അല്ലെങ്കിൽ അവനേൽക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളോ അവനെ ഒരു നിലക്കും ബാധിക്കുകയില്ല എന്നു മാത്രമല്ല, അതിനെതിരെ നിലകൊള്ളുവാൻ അവന് കൃത്യമായി സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം അവൻ അവന്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷിതാവിന് തന്റെ ജീവിതത്തെ ആത്മസമർപ്പണം നടത്തേണ്ടവനാണ് ഞാൻ എന്ന ബോധത്തിൽ നിന്നും ആ ഒരു ബോധം മാത്രമല്ല, അത് അവൻ പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ പ്രഖ്യാപനം ഇതാണ്.
നബിയെ പറയണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ മറ്റു അനുഷ്ഠാനങ്ങൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ഇതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടവനാണ് ഒരു മുസ്ലിം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവനെ ബാധിക്കുന്ന, അവന് എന്തെല്ലാം തരത്തിൽ ചുറ്റുപാടുകളിൽ എന്തെല്ലാം അരാജക പ്രവർത്തനങ്ങൾ നടന്നാലും, എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ നടന്നാലും ശരി, അതൊന്നും തന്നെ അവനെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ക്വാളിറ്റിയായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. കാരണം അല്ലാഹുവും റസൂലും എന്തു പറഞ്ഞോ അത് അനുസരിക്കുക, അത് കേട്ടു ഞാൻ അനുസരിച്ചു എന്ന പ്രഖ്യാപനം നടത്തുന്നവരാണ് മുസ്ലിം. സമിഅനാ വഅതഅനാ, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, വേറെ ഒരു വർത്തമാനവുമില്ല. ഇതാണ് ഒരു മുസ്ലിം എന്ന ഒരു ആത്മസമർപ്പണം നടത്തുന്ന, എല്ലാം അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങി നിൽക്കുന്ന ഒരു മുസ്ലിമിന്റെ ഒരു ചിത്രം ഖുർആൻ വിശദീകരിക്കുന്നത് ഈ രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ, മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ, സ്വഹാബത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ആത്മസമർപ്പണത്തിന്റെ ചരിത്രങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. കൈക്കുഞ്ഞുമായിട്ട് ആരോരുമില്ലാത്ത, ജനവാസമില്ലാത്ത, ജലസേചന സൗകര്യങ്ങളില്ലാത്ത, ഒരു പച്ചപ്പ് പോലുമില്ലാത്ത തരിശു ഭൂമികയിലേക്ക് ഇബ്രാഹിം നബി മകനെ കൂട്ടിക്കൊണ്ടുപോകും, കൈക്കുഞ്ഞുമായി ഹാജറിനെയും കൊണ്ടുപോകുന്ന രംഗം. എന്തിന്റെ പേരിൽ? അള്ളാഹ്ക്ക് വേണ്ടി. ആ മിനയിലേക്ക് അറുക്കാൻ കൊണ്ടുപോകുന്നു, പിശാചിന്റെ ദുർമന്ത്രങ്ങൾ ഉണ്ടാകുന്നു, അതിനെയെല്ലാം ഒഴിവാക്കി തന്റെ കുഞ്ഞിനെ അറുക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകുമ്പോ ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഒരുങ്ങുന്നത് അള്ളാഹുവിന് ഞാൻ സമർപ്പിക്കേണ്ടവനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന ബോധത്തിൽ നിന്നാണ്. സഹോദരന്മാരെ, ഈ നിലക്ക് ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു മുസ്ലിം ആരാണ് എന്നതിന്റെ കൃത്യമായ ചിത്രമാണ് ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷങ്ങളിൽ ഒന്നാണല്ലോ തന്റെ വിവാഹ ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, താൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സ്വഹാബി തന്റെ വിവാഹം കഴിഞ്ഞ ദിവസം, ആ മധുവിധു കൂടി പിറ്റേ ദിവസം ഉഹദ് യുദ്ധത്തിലേക്കുള്ള വിളിയാളം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ സ്വഹാബിക്ക് ഉദുറുണ്ട്, താൻ വിവാഹം കഴിച്ച് ഒരു ദിവസമേ ആയിട്ടുള്ളൂ, നബിയുടെ അനുവാദം ഉണ്ടാവും, പക്ഷേ അവിടെ നിൽക്കാനുള്ള അനുവാദം ഉണ്ടാകും. പക്ഷേ ഈ മനുഷ്യൻ, ഈ സ്വഹാബി ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. ഉഹദിലേക്ക് പുറപ്പെടുന്നു. അവിടെ വെച്ച് ഷഹീദാകുന്ന രംഗം നമുക്കറിയാവുന്നതാണ്. ആ സ്വഹാബിയുടെ പേര് ആമിർ റളിയല്ലാഹു അൻഹു, ഹൻളലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ് ആ സ്വഹാബി. അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഷഹീദായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അനസ് ഇബ്നു നളിറിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സ്വഹാബികളുടെ മയ്യത്ത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു രംഗമുണ്ട്. അന ഷഹീദുൻ എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ഇവർക്ക് ഞാൻ ഖിയാമത്ത് നാളിൽ ഞാൻ സാക്ഷിയാണ്. അവരുടെ പേര് നിസ്കരിക്കാതെ കഫൻ ഏത് രൂപത്തിലാണോ അവർ ഷഹീദായിട്ടുള്ളത്, ആ രക്തം പുരണ്ട നിലയിൽ കഫൻ ചെയ്ത് മറമാടുന്ന ഒരു സംഭവമുണ്ട്. അവിടെ വെച്ച് ഈ സ്വഹാബിയെ പറ്റി, ഹൻളലത്ത് ഇബ്നു ആമിർ എന്ന ആ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം യുദ്ധത്തിന് പുറപ്പെട്ട ആ സ്വഹാബിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന സ്വാഹിബക്കും തുഗ്സിലുഹുൽ മലായിക, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ ഹൻളലയുണ്ടല്ലോ, അവനെ മലക്കുകൾ കുളിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ വസീലുൽ മലായിക എന്ന ഖ്യാതി നേടിയ സ്വഹാബിയാണ് അദ്ദേഹം. മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി എന്ന ഖ്യാതി നേടിയ മഹാനുഭാവനായ സ്വഹാബി. എന്തിനാണ് ഈ രൂപത്തിലൊക്കെ അവർ ത്യാഗം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടവനാണ് ഞാൻ, ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ആ രൂപത്തിലാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രതിഫലം, ഇന്നാ കദാലിക
കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലൊക്കെ അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. ഇവിടെ പലതും അള്ളാഹുവിന്റെ കൽപ്പനകൾ നമുക്ക് ദുനിയാവിൽ പാലിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പ്രത്യക്ഷത്തിൽ ഒരു വേള അതൊരു നമുക്ക് എതിരാണ് എന്ന് നമുക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷേ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സദ്വൃത്തകളായിട്ടുള്ള ആളുകൾക്ക് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം അപാരമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സർവസ്വവും അള്ളാഹുവിന് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ, കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.